അതിരൂപതയുടെ 26ാമത് ജൂബിലി വർഷ ബൈബിൾ കൺവെൻഷൻ ചങ്ങനാശ്ശേരിയിൽ. വാർത്തകൾ വിശദമായി. അതിരൂപതയുടെ 26ാമത് ജൂബിലി വർഷ ബൈബിൾ കൺവെൻഷൻ മാർച്ച് 4 മുതൽ 8 വരെ ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രോപൊലിത്തൻ പള്ളി അങ്കണത്തിൽ നടക്കും. ബൈബിൾ കൺവെൻഷന് മാർച്ച് 4 തീയതി വൈകിട്ട് 3:30 മുതൽ 9 മണി വരെയുള്ള സമയമാണ് നടത്തപ്പെടുന്നത്. പ്രശസ്ത ജ്ഞാനഗുരുവായ ഫാദർ ഡാനി പൂണത്തച്ഛനാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. കൂടെ മറ്റ് ടീം അംഗങ്ങളും കാണും. നമുക്കിതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും കൺവെൻഷന്റെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന കൺവീനിയേഴ്സ് ഇതിനോടകം നടത്തിക്കഴിഞ്ഞു. നല്ലൊരു പന്തൽ സജ്ജമാക്കിയിട്ടുണ്ട്. പിന്നെ വിശ്വാസികൾക്ക് കുംസാരം നടത്താനുള്ള ക്രമീകരണങ്ങൾ, വരുന്ന വാഹനങ്ങളിൽ വരുന്നവർക്ക് വാഹനങ്ങളിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും വന്നു പോകാനുള്ള സൗകര്യം ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനോടകം പല ഫൊറോനയിലെയും വൈദികരെ കാണുകയും ഇടവക സന്ദർശിച്ച് വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ലൊരു ജനസമൂഹത്തെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് മാർപ്പാപ്പ പ്രഖ്യാപിച്ച 2025 ഈശ്വര മനുഷ്യാവതാര ജൂബിലിയുടെ ജൂബിലി കൺവെൻഷനായിട്ടാണ് ഈ വർഷം നടത്തപ്പെടുന്നത്. ഇത് 26ാമത്തെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ബൈബിൾ കൺവെൻഷനാണ്. എല്ലാ മേഖലകളിലും നമ്മൾ ക്രമീകരിക്കേണ്ട കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ചങ്ങനാശ്ശേരി കത്തീഡ്രൽ ഇടവക സമൂഹം കൈക്കാരന്മാരും ഇവിടുത്തെ വിവിധ സംഘടനകളുടെ ഭാരവാഹികളും പ്രതിനിധികളും അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ നേതൃത്വം കൊടുക്കുന്ന ബൈബിൾ അപ്പോസ്റ്റലേറ്റ്, അതുപോലെ ബൈബിൾ കൺവെൻഷൻ നേതൃത്വം കൊടുക്കുന്ന വിവിധ ഫൊറോനയിലെ സഹോദരങ്ങളുടെയൊക്കെ ആത്മീയ നേതൃത്വമുണ്ട്. ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിച്ച് ഒരുങ്ങുകയായിരുന്നു. ഓൺലൈനിലൂടെയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ എല്ലാം നടത്തി വരികയാണ്. അങ്ങനെ ഒട്ടനവധി മേഖലകളിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നാടിനും നാട്ടുകാർക്കും ദേശത്തിനും ഉണർവ് നൽകുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണം ഇവിടെ വന്ന് വചനം കേട്ട് പോകാൻ വേണ്ടുന്ന ക്രമീകരണങ്ങൾ നടത്തി വരുന്നു. ആവശ്യക്കാർക്ക് പോകുന്ന സമയത്ത് കഞ്ഞി കുടിച്ചുകൊണ്ട് പോകാനുള്ള വൈകിട്ടത്തെ കഞ്ഞി കുടിച്ചുകൊണ്ട് പോകാനുള്ള ക്രമീകരണം ചെയ്യുന്നുണ്ട്. പിന്നെ ട്രാൻസ്പോർട്ട് ബസ് വേണ്ട രീതിയിൽ ചെയ്തു വരുന്നുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും വേണ്ടത്ര ശ്രദ്ധ ഇരുത്തിയിട്ടുണ്ട്. 40 ദിവസത്തെ കരുണാർത്ഥന പ്രാർത്ഥനയാണ് ബൈബിൾ കൺവെൻഷനെ തുടർന്നുള്ള ദിവസങ്ങളിൽ നടത്തപ്പെടുന്നുവെങ്കിലും 40 ദിവസം രാവും പകലും ഇവിടെ ദൈവജനം വരികയും പരിശുദ്ധ കുർബാന എഴുന്നേറ്റ് വെച്ച് ആരാധനയും പ്രാർത്ഥനയും നടത്തുകയും ചെയ്യും. അതുപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് പരിശുദ്ധ കുർബാനയും വചന പ്രഘോഷണവും ഉണ്ടാകും. അതും ദേശത്തിന്റെ ഉണർവിന് വേണ്ടിയിട്ടാണ്. വലിയ നോയിമ്പിന്റെ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മാർച്ച് 3 മുതൽ ഈശോയുടെ പീഡാനുഭവവും ഈശോയുടെ മരണം, ഈശോ സംസ്കാരം, ഈശോയുടെ ഉയർപ്പ് ആ വലിയ ആചരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പോകുന്ന വലിയ നോയിമ്പിന്റെ ഭാഗമായിട്ടാണ് ബൈബിൾ കൺവെൻഷനും 40 ദിവസത്തെ കരുണാർത്ഥന പ്രാർത്ഥനയും എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. നടത്തുവാൻ അൽമാരുടെ വലിയൊരു സംഘം തന്നെ 500 പേരുടെ വോളണ്ടിയേഴ്സ് തന്നെ ഇതിന് പിന്നിൽ അണിനിരന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഫലപ്രദമാവട്ടെ. നിങ്ങൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ രാത്രി 9 വരെയാണ് കൺവെൻഷൻ. 4 വൈകിട്ട് 4:30 ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കുർബാന, ഗാന ശുശ്രൂഷ, വചന പ്രഘോഷണം. മാർച്ച് 5 4:30 കുർബാന മാർ ജോസഫ് പെരുന്തോട്ടം. തുടർന്ന് വചന പ്രഘോഷണം. മാർച്ച് 6 4:30 കുർബാന മാർ ജോസഫ് കല്ലറങ്ങാട്ട്. തുടർന്ന് വചന പ്രഘോഷണം. മാർച്ച് 7 4:30 കുർബാന മാർ ജോർജ് രാജേന്ദ്രൻ. തുടർന്ന് വചന പ്രഘോഷണം. മാർച്ച് 8 ഉച്ചയ്ക്ക് 2 സീനിയർ സിറ്റിസൺ സംഗമം. 4:30 കുർബാന, തുടർന്ന് വചന പ്രഘോഷണം. സമാപന സന്ദേശം മാർ തോമസ് തറയിൽ നിർവഹിക്കും. ബൈബിൾ കൺവെൻഷനോടൊപ്പം ഏപ്രിൽ 11 വരെ കരുണാർത്ഥന എന്ന പ്രത്യേക ആരാധന മെത്രോപൊലിത്തൻ പള്ളിയിൽ നടക്കുമെന്ന് വികാരി ജനറൽ മോൺ ആന്റണി ഏത്തക്കാട്, കത്തീഡ്രൽ വികാരി ഫാദർ ജോസഫ് വാണിയപ്പുരയ്ക്കൽ, ബൈബിൾ അപ്പോസ്തലേറ്റ് ഡയറക്ടർ ഫാദർ ജോർജ് മാന്തുരുത്തി, സൈബി അക്കര എന്നിവർ അറിയിച്ചു. രാഷ്ട്രീയം ന്യൂസ്, ചങ്ങനാശ്ശേരി. മൃഗസംരക്ഷണ രംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന അപ്പോളോ മൾട്ടി സ്പെഷ്യാലിറ്റി ആനിമൽ ഹോസ്പിറ്റൽ, വാഴപ്പള്ളി വെസ്റ്റ്, ചങ്ങനാശ്ശേരി. മൊബൈൽ 9447954321.